37 വയസ്സാണ് പ്രായം. പക്ഷേ ക്രിക്കറ്റിലെ രാജാവ് IPL അടക്കി ഭരിക്കുകയാണ്, ചോദ്യങ്ങൾക്ക് തരിമ്പും ഇട നൽകാതെ. 18 വർഷം നീണ്ട പരിഹാസങ്ങൾ കഴിഞ്ഞ തവണ അവസാനിപ്പിച്ച ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് തുടരെ രണ്ടാം കിരീടം നേടി തലയെടുപ്പോടെ നിൽക്കുമ്പോൾ അതിൻ്റെ നട്ടെല്ലായി അയാളുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലെ എന്നല്ല, ലോക ക്രിക്കറ്റിലെ തന്നെ ഒരേയൊരു രാജാവ്, സാക്ഷാൽ വിരാട് കോഹ്ലി. ജീവിതത്തിൽ ഇനി നേടാനായി വലുതായൊന്നുമില്ല. 2008 അണ്ടർ 19 കിരീടം രാജ്യത്തിന് സമ്മാനിച്ചു തുടങ്ങിയതാണ്. ICC ട്രോഫികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കരിയർ. 2011 ഏകദിന ലോകകപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫി, 2024 T20 ലോക കിരീടം. അകന്നു നിന്നത് IPL കിരീടമായിരുന്നു. അതിപ്പോൾ തുടർച്ചയായി 2 തവണയായി. IPL ചരിത്രത്തിൽ കിരീടം നിലനിർത്തിയ മൂന്നാമത്തെ മാത്രം ടീമായി ബംഗളൂരുവിനെ മാറ്റിയത് അയാളുടെ എണ്ണം പറഞ്ഞ 75 റൺസാണ്. വിരാട് കോഹ്ലി എങ്ങനെയാണ് കാലത്തെ അതിജീവിക്കുന്നത്? കളി തുടങ്ങിയ കാലം മുതലുള്ള അഗ്രഷൻ അയാൾ ഈ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലും ആളിക്കത്തിക്കുന്നുണ്ട്. റൺസിനോടുള്ള അടങ്ങാത്ത ദാഹം അയാളെ ഈ കളിയിലെ യുവാക്കളെ പോലും മറികടക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. 15-കാരനും 26-കാരനും പിന്നൊരു 24-കാരനും ആദ്യ 3-ൽ നിൽക്കുന്ന 2026 സീസണിലെ റൺവേട്ടയിൽ 4-ാം സ്ഥാനത്തുള്ളത് 37-കാരനായ വിരാട് കോഹ്ലിയാണ്. 16 കളികളിൽ 165.84 പ്രഹരശേഷിയിൽ 56.25 ശരാശരിയിൽ 675 റൺസ്, ഒരു സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും, സിക്സുകൾ 25. ഫൈനലിൽ ഗുജറാത്ത് ഒരൽപ്പം കൂടി റൺസ് നേടിയിരുന്നെങ്കിൽ കോഹ്ലിയും 700 റൺസ് മറികടക്കുമായിരുന്നു എന്നത് വ്യക്തമാണ്. IPL 19 സീസണുകളും കളിച്ച താരമായ വിരാട് കോഹ്ലി തൻ്റെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ഈ 37-ാം വയസ്സിൽ IPL ഫൈനലിലാണ് എന്ന് ഓർക്കുക. 25 പന്തിലെ ആ 50 റൺസുകൾ അയാളുടെ സാമ്രാജ്യത്തിൻ്റെ യൗവനമാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് കോഹ്ലി പ്രായത്തെയും എതിരാളികളെയും വെല്ലുവിളിക്കുന്നത്? ഫൈനലിൽ ഒരു ഘട്ടത്തിൽ ഒരറ്റത്ത് അതിവേഗം വിക്കറ്റുകൾ പോയപ്പോഴും ഒരു RCB ആരാധകനും ആശങ്കപ്പെട്ടിട്ടുണ്ടാകില്ല. കാരണം അവരുടെ കിങ് ക്രീസിലുണ്ടായിരുന്നു. അയാൾ മനസ്സിലൊന്നുറച്ചാൽ അത് സാധ്യമാക്കിയേ മടങ്ങൂ എന്നത് ലോകത്തിന് അറിയാവുന്ന സത്യമാണ്. പലതവണ അത് ലോകം കണ്ടിട്ടുള്ളതുമാണ്. ഫൈനലിൽ തൻ്റെ ക്യാച്ചെടുത്ത ശുഭ്മാൻ ഗില്ലിനെയും പോകാൻ സൂചിപ്പിച്ച അമ്പയറേയും ഒരുപോലെ ചോദ്യം ചെയ്ത അയാൾ അവരെടുത്ത തീരുമാനം തെറ്റെന്ന് സ്ഥാപിക്കുന്നത് അയാളുടെ കഴുകൻ കണ്ണുകളുടെ കാഴ്ചയിൽ മാത്രമല്ല, അത്രമേൽ അയാൾക്ക് അയാളുടെ ബോധ്യങ്ങളുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണ് അത്. ആ പന്ത് ഗില്ലിൻ്റെ വിരലുകൾക്കിടയിലൂടെ പുല്ലിൽ തട്ടിയിരുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കിയത് കോഹ്ലി തന്നെയാണ്. അയാൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഈ കളി താൻ തന്നെ ഫിനിഷ് ചെയ്യണമെന്ന് അയാൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. ഒടുവിൽ വിന്നിംഗ് ഷോട്ട് പായിക്കുന്നതിന് മുൻപ് കോഹ്ലി ഒപ്പമുണ്ടായിരുന്ന ജിതേഷ് ശർമ്മയ്ക്ക് ഒരു സൂചന നൽകുന്നുണ്ട്, താൻ 6 അടിച്ച് കളി തീർക്കുമെന്ന തരത്തിൽ. എന്നാൽ അർഷാദ് ഖാൻ എറിഞ്ഞ 18-ാം ഓവറിലെ 5-ാം പന്ത് പുൾ ചെയ്ത് മിഡ് വിക്കറ്റിനും മിഡോണിനും മധ്യേ കൂടി അടിച്ചത് 4-ആയി മാറി സ്കോർ തുല്യനിലയിലാകുമ്പോഴും കോഹ്ലി തീരുമാനം മാറ്റുന്നില്ല. ജയിക്കാൻ ഒരു റൺസ് മാത്രം മതിയെന്നിരിക്കെ അടുത്ത പന്ത് ക്രീസിൽ പിന്നിലേക്കിറങ്ങി ലെങ്ത് ബോളിനെ ലോങ് ഓണിന് മുകളിലൂടെ ഗ്യാലറിയിൽ എത്തിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ജയിക്കുന്നത് 6-ലൂടെ ആകണമെന്നും അത് തൻ്റെ ഷോട്ടാകണമെന്നും അയാൾ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ മറ്റാർക്ക് കഴിയും? കോഹ്ലി എങ്ങനെയാണ് ഈ സീസണിലെ റൺവേട്ടക്കാരിൽ 4-ാമനായത്? അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ പ്രകടമായ മാറ്റങ്ങൾ ഇത്തവണ കാണാൻ കഴിയുന്നുണ്ട്. പവർ പ്ലേയിലെ അഗ്രഷൻ ഒന്നാമത്തെ തെളിവാണ്. ക്രീസിലെത്തി സെറ്റാകാൻ സമയമെടുക്കുന്ന പഴയ കോഹ്ലിക്ക് പകരം ആദ്യ പന്ത് മുതൽ റിസ്ക് എടുക്കാൻ തയ്യാറായ കോഹ്ലിയെ കണ്ടു. ഉയർന്ന റൺ റേറ്റായിരുന്നു ലക്ഷ്യം. 2016 തൻ്റെ ഏറ്റവും മികച്ച റൺവേട്ട കണ്ട സീസണിലേതിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റാണ് 10 വർഷത്തിനിപ്പുറം കോഹ്ലിയുടെ മാറ്റത്തിൻ്റെ വലിയ തെളിവ്. ഗുഡ് ലെങ്ത് പന്തുകളെ പോലും അതിർത്തി കടത്താനുള്ള ത്വര 165.85 എന്ന പ്രഹരശേഷിയിലെത്തി നിൽക്കുന്നു. 973 റൺസ് അടിച്ചുകൂട്ടിയ 2016 അത് 152 മാത്രമായിരുന്നുവെന്നും ഓർക്കണം. ഒരറ്റം കാത്തു സൂക്ഷിച്ച് സ്കോർ ഉയർത്തുന്ന ശൈലി വിട്ട് ആങ്കർ റോൾ ഉപേക്ഷിച്ച് അറ്റാക്കറായി മാറുന്ന കോഹ്ലിയാണ് ഇത്തവണ കണ്ടത്. സ്റ്റാൻസിലും ബാക്ക് ലിഫ്റ്റിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. IPL ഇത്തവണ ആദ്യ ക്വാളിഫയറിൽ വെങ്കടേഷ് അയ്യർ പുറത്തായതിന് പിന്നാലെ 3-ാം ഓവറിലെ അടുത്ത പന്ത് മിഡ് ഓഫിന് മുകളിലൂടെ അയാൾ ലോഫ്റ്റ് ചെയ്ത് അതിർത്തി കടത്തുന്നുണ്ട്. അതും ഒരു ഗുഡ് ലെങ്ത് ബോളായിരുന്നു. കോഹ്ലിയുടെ 2026 IPL എന്നത് ശരിക്കും പവർ പ്ലേക്കായി മാറ്റി വെക്കപ്പെട്ടതാണ്. ആദ്യ ഓവറുകളിൽ കോഹ്ലി നേരിട്ട 50% പന്തിലും ബൗണ്ടറിക്കായുള്ള ശ്രമം നമുക്ക് കാണാം. ഇതിനു മുമ്പൊരു സീസണിലും കാണാത്തത്ര ആക്രമണകാരിയായി മാറുന്ന കോഹ്ലിയായിരുന്നു ഇത്തവണത്തേത്. IPL യുവതാരങ്ങളുടെ അതിവേഗ ബാറ്റിംഗ് തൻ്റെ ശൈലി മാറ്റാൻ പ്രേരണയായെന്ന് ഫൈനലിന് ശേഷം കോഹ്ലി വ്യക്തമാക്കുന്നുണ്ട്. ടീമിൻ്റെ ബാറ്റിംഗ് കരുത്ത് കാരണം അവസാനം വരെ താൻ ക്രീസിലുണ്ടാകണമെന്ന സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ലെന്ന് കോഹ്ലി തീരുമാനിച്ചിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഫൈനലിൽ ഷോട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിലെ കണിശത കോഹ്ലിയുടെ ബാറ്റിങ്ങിൽ പ്രകടമായിരുന്നു. യുവതാരങ്ങൾ കളിക്കുന്ന പല ഷോട്ടുകളുടെയും പിന്നാലെ കോഹ്ലി പോയിട്ടില്ല. അയാളിൽ നിന്നൊരു റിവേഴ്സ് സ്വീപ്പോ സ്കൂപ്പോ സ്വിച്ച് ഹിറ്റോ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഓഫ് സ്റ്റമ്പിന് പുറത്തെറിഞ്ഞാൽ കോഹ്ലി കവർ ഡ്രൈവ് ചെയ്യും.
ഫുൾ ലെങ്ത് പന്തെറിഞ്ഞാൽ ഫ്ലിക്ക് ചെയ്ത് മിഡോണിലൂടെയോ മിഡ് വിക്കറ്റിലൂടെയോ ബൗണ്ടറി അടിക്കും. കാൽപാദം ലക്ഷ്യമിട്ട് വരുന്ന പന്താണെങ്കിൽ ഫൈൻ ലെഗിലേക്കോ സ്ക്വയർ ലെഗിലേക്കോ വഴിതിരിച്ചു വിടാം. ഷോർട്ട് ഓഫ് ലെങ്ത് പന്താണെങ്കിൽ അധികം ബാക്ക് ലിഫ്റ്റ് ഇല്ലാതെ കൈക്കുഴയുടെയും കൈത്തണ്ടയുടെയും കരുത്തിൽ പന്തിനെ റിസ്റ്റ് ജാബ് ചെയ്ത് ബൗണ്ടറി നേടാറുണ്ട്. ഇതെല്ലാം അറിയാമെങ്കിലും കോഹ്ലിയുടെ റണ്ണൊഴുക്കിനെ തടയാൻ എതിർ ടീമിന് കഴിയുന്നില്ലെന്നതാണ് വിരാട് കോഹ്ലിയെ ഈ പ്രായത്തിലും അപകടകാരിയാക്കുന്നത്. അൺഓർത്തഡോക്സ് ഷോട്ടുകളുടെ ആധുനിക ക്രിക്കറ്റിൽ ഇപ്പോഴും ബാലപാഠങ്ങൾ ചേർത്ത് പിടിച്ച് ബാറ്റിംഗ് ശൈലിയെ നവീകരിക്കുന്ന കോഹ്ലിയെ മനസ്സിലാക്കാൻ എതിരാളി വളർന്നിട്ടില്ലെന്ന് ചുരുക്കം. അല്ലെങ്കിൽ ബോളർ മനസ്സിൽ കാണുന്നത് കോഹ്ലി അയാൾക്ക് മുന്നേ വായിച്ചെടുക്കുന്നു എന്നതാകും യാഥാർത്ഥ്യം. വിജയ റൺ നേടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് മത്സരശേഷം കോഹ്ലി പറയുമ്പോൾ അയാൾ ക്രീസിൽ ഉണ്ടാകണമെന്നും അതുവരെ പിഴവുകൾ ഉണ്ടാകാൻ പാടില്ലെന്നും അയാൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ആ ബാറ്റിൽ നിന്ന് ആദ്യം പറഞ്ഞ 44 റൺസിൽ ഒരൊറ്റ റൺസ് മാത്രമാണ് ഓഫ് സൈഡിൽ നേടിയതെന്നതും ആ ഉറച്ച തീരുമാനമാകാം. ഓഫ് സ്റ്റമ്പിന് പുറത്തു വരുന്ന പന്തിൽ ബാറ്റ് വെച്ച് പുറത്താകരുതെന്ന നിശ്ചയദാർഢ്യവുമാകാം കാരണം. ഇത്തവണയും കിരീടം നേടണമെന്ന തീരുമാനം കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായ ശേഷം എടുത്തതാണെന്ന് കോഹ്ലി പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ സീസണിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്ന ബോധ്യം. പവർ പ്ലേയിൽ തന്നെ കളി തീരുമാനമാക്കണമെന്ന് വെങ്കടേഷ് അയ്യരോട് പറഞ്ഞതായാണ് കോഹ്ലി പറയുന്നത്. എല്ലാ കാര്യത്തിലും വ്യക്തതയുണ്ടായിരുന്നു. ഇത്രയും തെളിച്ചത്തോടെ ഒരാൾ കാര്യങ്ങളെ നയിക്കുമ്പോൾ ബാക്കിയുള്ളവർ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടവരാകുന്നതിൽ ഒരു ആശ്ചര്യവും വേണ്ട. രാജാവ് തീരുമാനമെടുക്കും, രാജാവ് തന്നെ നയിക്കും. ഒടുവിൽ ജയവും രാജാവിന് തന്നെയാകും. വെല്ലുവിളിക്കാൻ പുറപ്പെടുന്നവർ മറക്കരുത്, അടുത്ത വർഷവും രാജപാരമ്പര്യം റോയലായി തുടരാൻ അയാൾ തന്നെ മുന്നിലുണ്ടാകും. ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം അത് കിങ് കോഹ്ലിയാണ്. അയാൾ ഒന്നുറച്ചാൽ ബ്രഹ്മാവിനും തടുക്കാനാവുന്നില്ല. കൂടുതൽ റൺസും കൂടുതൽ സെഞ്ചുറികളും ഒരു സീസണിൽ 900-ലേറെ റൺസുമൊക്കെയായി കോഹ്ലി ഏറെ ഉയരത്തിൽ നിൽക്കുന്ന IPL എന്നത് അയാളുടെ മാത്രം സാമ്രാജ്യമാണ്.